എനിക്കൊരു സുഹൃത്തുണ്ട്. പുള്ളിയുടെ പേര് തൽക്കാലം ഇവിടെ പറയാൻ നിവർത്തിയില്ല. അതവൻ്റെ നിർബന്ധമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പഴയ കോളേജ് കാലമൊക്കെ എഴുതുന്ന സമയത്തൊക്കെ തന്നെ അവൻ പറയാറുണ്ട്, അളിയാ ദയവ് ചെയ്ത് നീ എഴുതിക്കോ, എൻ്റെ പേര് മാത്രം എഴുതരുത് എന്ന് പറയാറുണ്ട്. അപ്പം അടുത്ത സുഹൃത്തുക്കാരാണ്. അപ്പോൾ അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഞാൻ അവനെ 11 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വായിക്കുന്ന കൂട്ടുകാർക്ക് പലർക്കും 11 എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും, പക്ഷെ ആളിന് അറിയില്ല. 11 കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഫോണിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ വാർത്തകൾ മാറി മാറിയൊക്കെ കയറി വരും. പെട്ടെന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്ത കയറി വന്നു. ആ വാർത്തയുടെ ടൈറ്റിൽ തന്നെ അതിൻ്റെ അവതാരകൻ പറയുന്നത് മുഖ്യമന്ത്രി ചിരിക്കുന്നു. ഞാൻ തന്നെ ഞെട്ടി. മുഖ്യമന്ത്രി ചിരിക്കുന്നത് ഒരു വലിയ വാർത്തയാണോ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ അവർ കാണിച്ചു. വനം വകുപ്പിൻ്റെ ഏതോ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പോയതും, അപ്പോൾ അവിടെ ഒരു നീണ്ട പ്രസംഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വേദിയിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ അവതാരക മുഖ്യമന്ത്രി കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കും എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ട് മുഖ്യമന്ത്രി ചിരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് ഈ മാതൃഭൂമിയുടെ ആ ഒരു വാർത്ത വന്നത്. ചിലപ്പോൾ സമകാലിക രാഷ്ട്രീയ പ്രതിസന്ധികൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചിരിക്കാനേ സാധ്യതയില്ല എന്ന് കണക്കാക്കി അവർ ആ വാർത്ത ചെയ്തതാണോ, രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നെനിക്കറിയില്ല. എന്ത് തന്നെയായാലും ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോണ് വന്നത്. ഫോണ് വിളിച്ചത് 11 അപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ അവന് മനസ്സിലായി ഞാൻ ചിരിക്കുകയാണെന്ന്. ചോദിച്ചു, എടാ നീ എന്തോന്ന് ചിരിക്കണത്? അപ്പോൾ ഞാൻ പറഞ്ഞ, അളിയ ഇതുപോലെ ഞാൻ ഒരു വാർത്ത കാണുകയായിരുന്നു, മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ്, മുഖ്യമന്ത്രി ചിരിച്ചതാണ് അളിയ പ്രധാന വാർത്ത. അപ്പോൾ അവനൊരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അളിയ അവരെന്താ പറഞ്ഞു, മുഖ്യമന്ത്രി ചിരിക്കാനുള്ള കാരണം എന്തെന്നാ പറഞ്ഞ്? ഞാൻ പറഞ്ഞ, അളിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മുഖ്യമന്ത്രി ഏതോ വനംവകുപ്പിൻ്റെ എന്തോ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് പോയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ കാര്യത്തിന് ചിരിച്ചതാണ് അളിയ, അത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോഴാണ് അവൻ എന്നോട് പറയുന്നത്, അളിയ ശരിക്കും യുവമാർക്കൊന്നും അറിയില്ല മുഖ്യമന്ത്രി ചിരിച്ചത് എന്തിനാണെന്ന്. മുഖ്യമന്ത്രി ചിരിക്കാനൊരു കാരണമുണ്ട്. കാര്യം പുള്ളിയുടെ മണ്ഡലത്തിനെ ലക്ഷ്യമാക്കി ചൈന നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് പുള്ളി ചിരിച്ചത്. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ഇതുവരെ അറിഞ്ഞിട്ടില്ല അളിയ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചിരിയുടെ രഹസ്യം യവന്മാർക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആകപ്പാടെ കൺഫ്യൂഷനായി. കേരളമൊക്കെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്നതല്ലേ, കേരളവും ചൈനയുമായിട്ട് അതിർത്തിയൊന്നും പങ്കിടുന്നില്ല. അരുണാചൽ പ്രദേശിലും മറ്റ് പല ഭാഗങ്ങളിലൊക്കെ ചൈന തുരന്ന് കയറുകയും അതിർത്തി ലംഘിക്കുകയും ഇന്ത്യൻ സൈന്യം അവന്മാരെ ഓടിച്ചിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിനകത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തേക്ക് യുവമാരെങ്ങനെയാണ് തുരന്നു കയറുന്നത്, ഏത് വഴി, എന്താ സംവിധാനം എന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെച്ചാൽ, അളിയ നീ വ്യക്തമായിട്ട് കാര്യം പറയാം, എന്താ കാര്യം, വല്ല യുദ്ധം എങ്ങനെ നടക്കുന്ന സാധ്യത വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞ, അളിയ യുദ്ധമൊന്നുമല്ല, കേരളത്തിന് അത്യാവശ്യം പൈസ കിട്ടുന്നൊരു പരിപാടിയായിട്ടാണ് ചൈന ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, കേരളത്തിന് പൈസ കിട്ടുന്ന പരിപാടിയാണ്, നീ ഈ കൂടുതൽ കൺഫ്യൂഷ്യസ് ആക്കാതെ കാര്യം പറയടാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അളിയ ധർമ്മടത്ത് ഒരു കൊഞ്ചുണ്ട്, അളിയന് കൊഞ്ച് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അളിയ കൊഞ്ച് എനിക്ക് ഇഷ്ടമാണ്, നീ കാര്യം പറ. അളിയ ആ ധർമ്മടത്ത് വനാമി എന്ന പേരിലുള്ള ഒരു കൊഞ്ചുണ്ട്. ഈ കൊഞ്ചിന് ചൈനയിൽ ഭയങ്കര മാർക്കറ്റാണ് അളിയ. ഞാൻ പറഞ്ഞു, എന്താ അളിയ ഈ ചൈനയിൽ കിട്ടുന്ന സാധനമല്ലേ ഈ വനാമി എന്ന് പറയുന്ന സാധനം? അപ്പോഴവൻ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ചെറിയ സെർച്ച് നടത്തി. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. ശാന്തസമുദ്രത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു കൊഞ്ച് വിഭാഗമാണ് ഈ വനാമി എന്ന് പറയുന്ന കൊഞ്ച്. ഇത് ഉപ്പുവെള്ളത്തിലാണ് സാധാരണ വളരാറുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഈ കൊഞ്ച് കൃഷി ചെയ്യുന്നുണ്ടത്രേ. ധർമ്മടത്തൊക്കെ ഒരു 10-200 ഏക്കറിൽ പുഴയിൽ ഈ കൃഷി നടക്കുന്നുണ്ട്. കേരളത്തിൽ മൊത്തം 1500 ഏക്കറോളം സ്ഥലത്ത് പുഴ ഭാഗങ്ങളിലൊക്കെ ഈ വനാമി കൊഞ്ച് കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നു. കൊഞ്ച് ചില്ലറക്കാരനല്ല കേട്ടോ, ഒരു കൊഞ്ചിന് മിനിമം 150 ഗ്രാം വെയിറ്റ് വരുമെന്നാണ് പറയുന്നത്. ആഭ്യന്തര വിപണിയിലൊക്കെ ഇതിന് 1 കിലോയ്ക്ക് 700 രൂപയൊക്കെ കിട്ടുമെന്നും പറയുന്നു. 150 ഗ്രാം വരുന്ന ഒരു കൊഞ്ചാണെങ്കിൽ ഒരു 6-7 കൊഞ്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ആയി. അതാണ് ഈ 700 രൂപയ്ക്ക് വിൽക്കുന്നത്. ഈ കൊഞ്ച് ധർമ്മടത്തൊക്കെ കൃഷി ചെയ്യുകയാണ് അത്രേ. പുഴയിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വളർത്തിയെടുത്ത് ഇതിനെ പിടിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 70 ദിവസം പ്രായപൂർത്തിയാകുമ്പോൾ ഇതിനെ പിടിക്കാമെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ ഇതിപ്പം വർഷത്തിൽ 2 പ്രാവശ്യം ഇതിനെ പിടിച്ച് വിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ കൊഞ്ചിന് ചൈനയിൽ ഭയങ്കര ഡിമാൻഡാണ് അത്രേ.
പ്രത്യേകിച്ച് കേരളത്തിലെ ധർമ്മടം ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഈ വനാമി കൊഞ്ചിനത്തിന് ചൈനയിൽ ഭയങ്കര ഡിമാൻഡാണ്. അവിടുന്ന് ഒരുപാട് ഓർഡറുകൾ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം നാട്ടുകാർക്കൊന്നും ഈ കൊഞ്ച് വിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയും ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും സംഭവം ശരിയാണ്. ആഭ്യന്തര വിപണിയുടെ കാര്യമല്ല ശരി, ഈ കൊഞ്ചിന് ചൈനയിൽ നിന്ന് ധാരാളം ഓർഡർ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും ഈ കൊഞ്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ മലബാർ കൊഞ്ചെന്നും കേരള കൊഞ്ചെന്നും ഒക്കെ പേരിട്ടിട്ട് ഈ സാധനത്തിന് ചൈനയിലോട്ട് കയറ്റി അയച്ചു നോക്കിയെങ്കിലും അവരിതിനെയൊക്കെ റിജക്റ്റ് ചെയ്തു. കേരളത്തിലുള്ള ധർമ്മടത്തുള്ള കൊഞ്ച് മാത്രം മതി, ധർമ്മടം ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഉൾപ്പെടെ ഇതിന് വേണമെന്നും പറഞ്ഞിട്ട് ഇവർ കേരളത്തിൽ നിന്ന് ഈ സാധനം കയറ്റി അയക്കുന്ന ആൾക്കാരെയൊക്കെ സമീപിച്ച് ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയും ചൈന ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത്യാവശ്യം നല്ല വില കിട്ടുകയും ഇഷ്ടം പോലെ ഡിമാൻഡുള്ള സാഹചര്യം നിലനിൽക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അപ്പോഴ് തന്നെ നമ്മുടെ ഫിഷറീസ് വകുപ്പും കാര്യങ്ങളും മന്ത്രിസഭയൊക്കെ കൂടി ഈ കൃഷി കുറച്ചുകൂടെ വ്യാപകമാക്കാനും ഈ വനാമി കൃഷി ചെയ്യുന്ന കർഷകർക്ക് സബ്സിഡിയും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പത്രക്കാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ചൈനയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ രഹസ്യ കൊഞ്ച് കൃഷി എന്നൊരു വാർത്ത വേണമെങ്കിൽ ചിലപ്പോൾ വരാം. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പുഴ, ഈ ധർമ്മടം ഭാഗത്തെ പുഴകളിലൊക്കെ ശരിക്കും കണ്ടൽ കാടുകളുണ്ട്. ഈ കണ്ടൽ കാടുകളുടെ ഇടയിലാണ് ശരിക്കും ഈ വനാമി എന്ന് പറയുന്ന കൊഞ്ച് ധാരാളം വളരുന്നത്. ഈ അടുത്ത സമയത്ത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ഈ ഭാഗങ്ങളൊക്കെ റെയ്ഡ് നടത്തുകയും ഈ കണ്ടൽ മേഖലയിൽ കർഷകർ കൊഞ്ച് കൃഷി ചെയ്യുന്നതിന് എതിരെ നീക്കം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഈ വനാമി കൊഞ്ചിനെ കൂടി വന്യജീവിയായി പ്രഖ്യാപിച്ച് കൃഷി മുടക്കിക്കളയുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റേതെങ്കിലും ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ വാർത്ത കഴിഞ്ഞ ദിവസം കേരളത്തിലെ പല വർത്തമാന പത്രങ്ങളിലും കോളം ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ചൈന ധർമ്മടത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. സംഭവം ആക്രമിക്കാനല്ല, ഇവിടുത്തെ ഒരു കൊഞ്ചിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ആവട്ടെ, കേരളത്തിന് കുറച്ച് വിദേശ നാണ്യം കിട്ടുന്ന പരിപാടിയാണ്. ഇനി നമ്മുടെ നാട്ടിലെ മാക്സിമം പുഴകളിലും കായലുകളിലും ഒക്കെ ഈ വനാമി എന്ന് പറയുന്ന കൊഞ്ചനം കൂടി കൃഷി ചെയ്താൽ കേരളത്തിനൊരു അഡീഷണൽ വരുമാനവുമാവും. ഇത് മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ച് കെട്ടാൻ നിൽക്കേണ്ട. വനാമി കൊഞ്ച് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആഭ്യന്തര വിപണിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കഴിക്കാം.